സമ്പന്ന അറബികളിൽ വലിയൊരു കൂറും തങ്ങളുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പതിവാണ് പൊതുവെയുള്ളത്. അതുകൊണ്ട് തന്നെ മൗലികമായ ഭാവനകളോ അതിന് അനുസരിച്ച പ്രയോഗവൽക്കരണമോ അറബ് ലോകത്ത് അധികമൊന്നും നടക്കുന്നുമില്ല. എന്നാൽ വേറിട്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരിൽ ഒരാളാണ് മുഹമ്മദ് അൽ നക്കി. അദ്ദേഹത്തെ പരിചയപ്പെടുക. നമ്മൾ മലയാളികൾക്ക് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഷോക്കടിക്കുന്ന കറണ്ട് ബില്ലും ഇല്ലാത്ത കാലം വരുമോ? ഈ ചോദ്യത്തിന് നടൻ ശ്രീനിവാസന്റെ ഈ ഡയലോഗാകും ഉത്തരം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അങ്ങനെ പുച്ഛിച്ചു തള്ളാൻ വരട്ടെ. കുവൈറ്റ് പൗരൻ മുഹമ്മദ് അലി അൽ നഖിയുടെ വീട് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. തന്റെ കൃഷിക്ക് വേണ്ടിവരുന്ന വൈദ്യുതി വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇദ്ദേഹം. കുവൈറ്റിലെ 30-ാം നമ്പർ റോഡിലൂടെ സൽവ പ്രദേശം കടന്നു പോകുന്ന ഏതൊരാളും മുഹമ്മദ് അൽ നക്കിയുടെ റോഡരികിലെ വീട് ഒരാവർത്തിയെങ്കിലും നോക്കാതിരിക്കില്ല. കാറ്റാടി യന്ത്രങ്ങളും സൗരോർജ പാനലുകളും നിറഞ്ഞ ആ പുരയിടത്തിന്റെ വഴിയോര കാഴ്ച കൗതുകം തന്നെയാണ്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ ലൊക്കേഷനിൽ എത്തിപ്പെട്ടതുപോലെയായിരുന്നു സൽവ ബ്ലോക്ക് 12-ലെ വീട്ടിലെത്തിയപ്പോൾ അനുഭവപ്പെട്ടത്. കൊടും വേനലിലും ചെറിയ തണുപ്പ് പകർന്നുകൊണ്ട് വലുതും ചെറുതുമായ നിരവധി സസ്യജാലങ്ങൾ ആ പുരയിടത്തെ പച്ച പുതപ്പിച്ചിരുന്നു. നാരങ്ങ, അത്തിപ്പഴം, വാഴപ്പഴം, പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ വേനൽ ചൂടിന്റെ വാട്ടമേൽക്കാതെ ഗൃഹാങ്കണ ഉദ്യാനത്തെ ഫലവത്താക്കിയിരിക്കുന്നു. ഈത്തപ്പനയിലും മരക്കൊമ്പുകളിലും സ്ഥാപിച്ച കിളിക്കൂടുകൾ മാത്രം മതി വീട്ടുടമയുടെ പ്രകൃതി സ്നേഹം വായിച്ചെടുക്കാൻ. കഥ ഇതൊന്നുമല്ല. ഇക്കണ്ട പഴവർഗ്ഗങ്ങളും മറ്റനവധി ചെറു സസ്യങ്ങളുമൊക്കെ നട്ടുനനച്ച് പരിപാലിക്കുന്ന ഇവിടെ ഊർജാവശ്യത്തിനായി ആശ്രയിക്കുന്നതും പ്രകൃതിയെ തന്നെയാണ്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ജലസേചനവും മറ്റു വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്നതിനു വേണ്ടി സ്ഥാപിച്ചതാണ് തല ഉയർത്തി നിൽക്കുന്ന കാറ്റാടി പങ്കകളും സോളാർ പാനലുകളും. കുവൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി എന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉടമയായ മുഹമ്മദ് അൽ നഖി വൈദ്യുതി ലാഭിക്കുന്നതിലൂടെയുള്ള സാമ്പത്തിക നേട്ടം കൊതിച്ചല്ല, മറിച്ച് പ്രകൃതിയോടെ ചേർന്ന് നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് പാരമ്പര്യേതര ഊർജ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞത്. ഒപ്പം നാട്ടുകാരിൽ ബദൽ ഊർജ മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശവുമുണ്ട്. യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ, അമേരിക്കൻ വിൻഡ് എനർജി അസോസിയേഷൻ എന്നീ സംഘടനകളിൽ അംഗമാണ് ഈ കുവൈത്തി വ്യവസായ പ്രമുഖൻ. 30 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ സ്ഥാപിച്ച സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നാണ് ഗ്രീൻ എനർജിയുടെ സാധ്യതകൾ അൽ നഖി മനസ്സിലാക്കിയത്. വിവിധ വലുപ്പത്തിൽ 7 വിൻഡ് മിൽ യൂണിറ്റുകളാണ് ഇദ്ദേഹം വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 100 മുതൽ 7000 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപാദന ശേഷിയുള്ളവയാണ് ഇവ. കുവൈത്തിലെ കാലാവസ്ഥയും മറ്റും കണക്കിലെടുക്കുമ്പോൾ വിൻഡ് മില്ലുകൾ എല്ലായിടത്തും പ്രായോഗികമല്ല. അതേസമയം സൗരോർജ പാനലുകൾക്ക് രാജ്യത്തേറെ സാധ്യതയുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. God, be so kind to us to have oil, plenty of oil, but also we have plenty of sun. We have to also make use of it. We shouldn't go just to the easy one. Even to the sun, it's easy to create energy from the sun. ഊർജോൽപാദനത്തിലെ ഹരിത സാധ്യതകളെക്കുറിച്ച് വാചാലനായ കൂട്ടത്തിൽ ഈ രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യ ഏറെ മുന്നോട്ട് പോയതായി ചൂണ്ടിക്കാട്ടാനും ഇദ്ദേഹം മറന്നില്ല. I believe India, you are very well really advanced in such things because you have proper maps of India, you know. In India they encourage also the private businessmen to start their own business and with a fixed, of course. ഇന്ന് ലോകമെങ്ങും പാരമ്പര്യേതര ഊർജ മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. നമ്മൾ മലയാളികളും മുഹമ്മദ് അലി അൽ നഖിയെ പോലെ മനസ്സുവെച്ചാൽ നമുക്ക് വേണ്ട വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. ലോഡ് ഷെഡിംഗ് ഭീഷണിയോടും ബില്ലിനോടും വിട പറയാം. കാത്തിരിക്കാം, അങ്ങനെ ഒരു കാലം വരാതിരിക്കില്ല.